അമേരിക്കയ്ക്ക് പിന്മാറാനുള്ള സമയം കൊടുക്കുന്നതിന് മുൻപേ തന്നെ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരണം പിടിച്ചെടുത്തത് ഞെട്ടലോടെയാണ് ലോകം കണ്ടത്. അമേരിക്കയുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ച് വേഗത്തിൽ അഫ്ഗാൻ കീഴടക്കാൻ താലിബാന് വിദേശ സഹായം ലഭിച്ചിട്ടുണ്ടെന്ന വിധത്തിൽ റിപ്പോർട്ടുകളും പുറത്തുവന്നിരുന്നു. ഇതിനു പിന്നാലെ ആയിരങ്ങളാണ് ജീവൻ പോലും പണയം വെച്ചുകൊണ്ട് ഓടി രക്ഷപ്പെട്ടത്. പലർക്കും ജീവൻ നഷ്ടമായി. ലോക ജനതയ്ക്ക് മുന്നിൽ ദയനീയ കാഴ്ചയായി മാറുകയായിരുന്നു. ഇപ്പോഴിതാ ഏറെ നിർണായകമായ തീരുമാനം കൈക്കൊണ്ടിരിക്കുകയാണ് UAE. നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താലിബാൻ പിടിച്ചെടുത്ത അഫ്ഗാനിസ്ഥാനിൽ നിന്നും പലായനം ചെയ്യുന്ന 5000 അഭയാർത്ഥികൾക്ക് UAE അഭയമൊരുക്കുമെന്ന് റിപ്പോർട്ട്. 10 ദിവസത്തേക്കാണ് താൽക്കാലികമായി തങ്ങാനുള്ള സൗകര്യം ഒരുക്കുകയെന്ന് UAE അധികാരികൾ അറിയിക്കുകയും ചെയ്തു. കാബൂളിൽ നിന്നും US വിമാനങ്ങളിൽ അഭയാർത്ഥികളെ UAEയിൽ എത്തിക്കും. അമേരിക്കയുടെ അഭ്യർത്ഥന പ്രകാരമാണ് തീരുമാനമെന്നും UAE വ്യക്തമാക്കി. അഫ്ഗാനിസ്ഥാനിൽ അമേരിക്കയെ സഹായിച്ച വിദേശികളുടെ സുരക്ഷ തങ്ങളുടെ ഉത്തരവാദിത്തമാണെന്ന് പ്രസിഡന്റ് ജോ ബൈഡൻ ആവർത്തിച്ചു. ഇവരെ അമേരിക്കയിൽ എത്തിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും ബൈഡൻ ഉറപ്പു നൽകിയിട്ടുണ്ട്. ഇതുവരെ 18,000 പേരെ അഫ്ഗാനിൽ നിന്ന് സുരക്ഷിതമായി മാറ്റിയിട്ടുണ്ട്. രക്ഷാദൌത്യം വ്യാപിപ്പിക്കാൻ സൗഹൃദ രാഷ്ട്രങ്ങളുമായി കൈകോർത്തിട്ടുണ്ടെന്നും ബൈഡൻ പറഞ്ഞു. കാബൂൾ വിമാനത്താവളത്തിന്റെ സുരക്ഷയ്ക്കായി 6000 സൈനികരെയും US വിന്യസിച്ചിട്ടുണ്ട്. സേനാ പിന്മാറ്റത്തിന് പിന്നാലെ ഉടലെടുത്ത അഫ്ഗാനിലെ പ്രതിസന്ധി അമേരിക്കയുടെ വിശ്വാസ്യതയ്ക്ക് കോട്ടം തട്ടിച്ചില്ലെന്നും ജോ ബൈഡൻ വിശദീകരിച്ചു. അതേസമയം അഫ്ഗാനിസ്ഥാനിൽ UAE ജീവകാരുണ്യ ദൌത്യം തുടരുമെന്നും അധികൃതർ വ്യക്തമാക്കി. യാത്രക്കാരുമായി സൈനിക വിമാനങ്ങൾ ദുബായിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കുമെന്നും UAE പറഞ്ഞു. സംഘർഷം തുടർന്ന് അഫ്ഗാനിസ്ഥാനിൽ കുടുങ്ങിയ വിദേശി പൗരന്മാരെ ഒഴിപ്പിക്കാനുള്ള സഹായം തുടരുമെന്നും UAE പറഞ്ഞു. അഫ്ഗാനിൽ നടത്തുന്ന ജീവകാരുണ്യ പദ്ധതികളും തുടരും. അതിനിടെ അഫ്ഗാനിൽ നിന്ന് സ്വന്തം നാടുകളിലേക്ക് രക്ഷപ്പെടുന്ന 100 കണക്കിന് ആളുകളുമായി വിമാനങ്ങൾ ദുബായിൽ എത്തിയിട്ടുണ്ട്. കൂടാതെ UK, യൂറോപ്പ് എന്നീ രാജ്യങ്ങളിലെ പൗരന്മാരും ഇവിടേക്ക് പോകുന്ന അഫ്ഗാൻ സ്വദേശികളുമാണ് കാബൂളിൽ നിന്ന് തിരിച്ച സൈനിക വിമാനത്തിൽ ഉണ്ടായിരുന്നത്. ദുബായ് വേൾഡ് സെൻട്രൽ വിമാനത്താവളത്തിൽ എത്തിച്ച ഇവരെ മറ്റ് വിമാനങ്ങൾ സ്വദേശത്തേക്ക് അയച്ചു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.